ഗൈസ്, ഞാൻ രാവിലെ ഒരു ചർച്ചിൽ വന്നിരിക്കുകയാണ്. ചർച്ചിൽ വന്ന എന്തിനെന്ന് പറഞ്ഞാൽ ഞാനൊരു മാമോദീസ ചടങ്ങിന് വന്നതാണ്. ഞങ്ങളുടെ അയൽക്കാരനായ ജോർജ് ഏട്ടൻ്റെ മോൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയാണ്. ഞാൻ ആദ്യമായിട്ടൊരു മാമോദീസ ചടങ്ങിൽ പങ്കെടുക്കാൻ തുടങ്ങുക കേട്ടോ, ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ മോൻ ജോലിക്ക് പോകുന്ന വഴി ഇതാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന വഴിക്ക് എന്നെ ഇവിടെ ആക്കും. അതുകൊണ്ട് ഞാൻ എത്തിയത് ഇച്ചിരി നേരത്തെ ആയിപ്പോയി. കുഴപ്പമില്ല, ഞാൻ 2-3 പരിചയക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചു തന്നു. എനിക്ക് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റി. ഞാൻ വരുമ്പോൾ ചർച്ച് ഹാൾ ഇങ്ങനെയാണ് കിടന്നത് കേട്ടോ, ആരുമില്ലാതെ ഒഴിഞ്ഞ് കിടന്നൊരവസ്ഥ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നിന്നപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങി. അത് ഒരു പരിചയമുള്ള ഒരാൾ ചിരിക്കുന്നപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കുന്ന കാരണം നന്നായിട്ട് എനിക്ക് ചിരിക്കാൻ വയ്യ. അങ്ങനെ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കും മാമോദീസ കുഞ്ഞിൻ്റെ മമ്മിയും കുഞ്ഞിൻ്റെ അച്ഛമ്മയും കൂടെ കയറി വരുന്നുണ്ട്. അപ്പോൾ അവർ വന്ന് പിന്നെ അയൽക്കാർ പരിചയക്കാരുമായിട്ടൊക്കെ അവർ സംസാരിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നപ്പോഴത്തേക്കും ചടങ്ങ് തുടങ്ങാറായെന്ന് അറിയിപ്പ് കിട്ടി. അപ്പം ഞാൻ ചർച്ച് ഹാളിനകത്തോട്ട് കയറുക. ഞാൻ ചർച്ച് ഹാളിനകത്ത് കയറി ഒരിടം പിടിച്ചു. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ എത്തി തുടങ്ങി കേട്ടോ. നല്ല പാട്ട്, പ്രാർത്ഥന ഒക്കെ അപ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ ഇങ്ങനെ അലയടിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കിവിടെ ഇടാൻ പറ്റത്തില്ലല്ലോ പാട്ട്. അപ്പോഴത്തേക്കും മാമോദീസ ചടങ്ങിൻ്റെ ആദ്യ പടിയായിട്ടുള്ളൊരു ചെറിയ ചടങ്ങുണ്ട്. അതിവിടെ ചർച്ച് ഹാളിൻ്റെ ആ വാതിക്കൽ അച്ഛൻ നിന്നിട്ട് പുറത്ത് കുഞ്ഞിൻ്റെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും ഇങ്ങനെ നിൽക്കുന്നു. അവിടെ ഒരു ചടങ്ങുണ്ട് കേട്ടോ. നല്ല പ്രാർത്ഥന നിർഭരമായ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നല്ല ഒരു മാമോദീസ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. പിന്നെ ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം ഈ ചടങ്ങ് നീണ്ടു നിൽക്കുന്നുണ്ട്. അത് ഈ മാമോദീസ ചടങ്ങിൻ്റെ ആദ്യ പടിയായിട്ടെന്നാണ്. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ മെയിൻ ചടങ്ങുകളിലേക്ക് കടക്കാനായിട്ട് ചർച്ച് ഹാളിനകത്ത് എല്ലാവരും എത്തിത്തുടങ്ങി. ഇനിയാണ് ഇവിടെ കുറേ ചടങ്ങുകളുണ്ടോ, കുറേ സമയം നീണ്ടു നിൽക്കും. നല്ല ചൂടും ഉണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഇച്ചിരി ഒന്ന് പുറത്തിറങ്ങി ഒരു വീഡിയോസൊക്കെ ഞാൻ വീണ്ടും എടുത്ത് പിന്നെ കുറേ സമയം ചടങ്ങുകളൊക്കെ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ, കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ പോയി ഫുഡ് കഴിച്ചിട്ട് സന്തോഷകരമായിട്ട് ചടങ്ങിൽ പങ്കെടുത്ത ഞങ്ങൾക്കും അത് അനുഗ്രഹമായി. ആ സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് വന്നു. ഇനി ബാക്കി ചെറിയ കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ.